ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യം. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഈശോ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഉപമകളിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് അല്ലെ. അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു ഉപമയാണ് വിതക്കാരന്റെ ഉപമ എന്ന് പറയുന്നത്. ഈ വിതക്കാരന്റെ ഉപമയില് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വചനമാകുന്ന വിത്ത് വിതച്ചു കടന്നു പോകുന്ന വിതക്കാരൻ എപ്പോഴും വിത്ത് വിതയ്ക്കുകയാണ്. എന്നാൽ ഈ വിത്തിന് ഫലം ലഭിക്കുന്നത് പല വിധത്തിലാണ്. എൻ്റെ ദൈവം ഈ ഒരു ഉപമ പറയുമ്പോൾ എന്നെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം വിത്ത്, വചനമാകുന്ന വിത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വിതയ്ക്കുന്നുണ്ട്. പലരിലൂടെയാണ് കേട്ടോ. വൈദികരിലൂടെ ആയിരിക്കാം, സന്യസ്തരിലൂടെ ആയിരിക്കാം, അല്ലെ നമ്മുടെ മാതാപിതാക്കളിലൂടെ ആയിരിക്കാം, ഗുരുക്കന്മാരിലൂടെ ആയിരിക്കാം, സുഹൃത്തുക്കളിലൂടെ ആയിരിക്കാം, സഹോദരങ്ങളിലൂടെ ആയിരിക്കാം. ഇവരിലൂടെയൊക്കെ എൻ്റെ ദൈവം വചനമാകുന്ന വിത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വിതയ്ക്കുന്നുണ്ട്. എന്നാൽ ഈ വിത്തിന് എപ്രകാരമാണ് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത്? വിത്ത് വിതയ്ക്കാനായിട്ട് ദൈവം തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഈ വിത്ത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആര് തയ്യാറാവണം? നമ്മൾ തയ്യാറാവണം. എൻ്റെ ഹൃദയം ഒരുക്കണം. എൻ്റെ ഹൃദയം നല്ല രീതിയിൽ ഒരുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എങ്കിൽ എനിക്കൊരിക്കലും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇന്ന് പലപ്പോഴും നമുക്കൊക്കെ നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഹൃദയം ഒരുക്കുന്നില്ല. തിന്മകളാൽ നിറഞ്ഞ ഹൃദയം, മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഹൃദയമുള്ളപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ ഹൃദയത്തില് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവ തിരുമുൻപില് അഭിമാനത്തോടുകൂടി നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു ഉപമയിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, മോനെ, ഞാൻ എപ്പോഴും നിന്റെ ഹൃദയത്തിലേക്ക് വിത്ത് വിതയ്ക്കുന്നുണ്ട്. പക്ഷേ നീ നിന്റെ ഹൃദയമാകുന്ന നിലം എപ്രകാരമാണ് ഒരുക്കിയിരിക്കുന്നത്? ഒരുക്കാനായിട്ട് നീ തയ്യാറാവുന്നുണ്ടോ? നീ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണോ? ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തിയാണോ? ഈ വചനത്തെ പ്രതി സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലേ? സ്നേഹമുള്ളവരെ, ഈ പ്രയാസങ്ങളും ഈ പ്രശ്നങ്ങളും എൻ്റെ ഹൃദയത്തിലുള്ളപ്പോൾ എനിക്കൊരിക്കലും നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയമാകുന്ന നിലമൊരുക്കാം. അവൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ല നിലമായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് നല്ല ഫലം 30 പേനെയും 60 പേനെയും 100 പേനെയും ഫലം പുറപ്പെടുവിച്ച് യഥാർത്ഥ ക്രൈസ്തവനായി ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.